ഒരു ഫ്രിഡ്ജ് നിറയെ മനുഷ്യമാംസം സ്റ്റോർ ചെയ്തിരിക്കുന്നു ബാംഗ്ലൂര്. വല്ലാത്തൊരു വാർത്ത തന്നെയാണത്. 30 കഷ്ണങ്ങളാക്കിയിട്ടാണ് ആ ബോഡി ആ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് മഹാലക്ഷ്മി എന്ന ഒരു സ്ത്രീയാണ്. ഭർത്താവും കുട്ടിയുമായിട്ട് പിണങ്ങി ഒറ്റയ്ക്ക് വായാലിക്കാവിലെ മുന്നേശ്വര ബ്ലോക്കിലെ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയായിരുന്നു. അവർക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലിയാണ്, ശമ്പളമുണ്ട്, ഒറ്റയ്ക്കാണ് താമസം. ഇത് കഴിഞ്ഞ സെപ്റ്റംബർ 30 ശേഷം അമ്മയായിട്ട് കണ്ടിട്ടില്ല. അതിനുശേഷം 2 ആഴ്ച മുമ്പ് ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് അതിരൂക്ഷമായ ഗന്ധം വരുന്നു. അവര് ആ അപ്പാർട്ട്മെന്റ് പരിശോധിക്കുമ്പോൾ പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സ്ത്രീയുടെ ബ്രദറിന് നമ്പർ ഉണ്ടായിരുന്നു, അവിടെ വിളിച്ചു. അയാള് ആ മഹാലക്ഷ്മി അവിടെ താമസിച്ചുകൊണ്ട് മഹാലക്ഷ്മിയുടെ അമ്മയെ വിളിച്ചു. അമ്മയും മഹാലക്ഷ്മിയുടെ സഹോദരിയുടെ ഭർത്താവ് ഇമ്രാനും അവര് രണ്ടുപേരും ഈ ഫ്ലാറ്റിൽ വന്നു. അപ്പാർട്ട്മെന്റിൽ വന്നിട്ട് താക്കോലില്ല, വെളിയിൽ നിന്നാണ് പൂട്ടിയിരിക്കുന്നത്. തൊട്ടടുത്ത് അതിൻ്റെ ഉടമസ്ഥരെ അവിടുന്ന് താക്കോല് വാങ്ങിച്ച് ഇവരിത് തുറന്നു. അതിരൂക്ഷമായ ഗന്ധമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്നത്. കയറിയ ലിവിങ് റൂമിൽ അവിടെ ബാഗ്, തുണികൾ, അവരുടെ മറ്റ് ചില സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. അകത്തെ മുറിയിൽ അതിരൂക്ഷഗന്ധം അവിടുന്ന് വരുന്നു. തറയിൽ നോക്കിയപ്പം ഫ്രിഡ്ജിനടുത്ത് തറയിൽ അവിടെ പുഴുക്കൾ, ധാരാളം പുഴുക്കളരിക്കുകയാണ്. ആ തറ പല സ്ഥലത്തും ബ്ലഡ് വീണിട്ട് അവിടെ പുഴുക്കളരിക്കുന്നു. ഇതിൻ്റെ സമീപത്തിരുന്ന ഫ്രിഡ്ജിൻ്റെ വെളിയിൽ നിന്ന് അവിടെ ബ്ലഡ് തെറിച്ച ഇത് അവർ കാണുന്നുണ്ട്. ആ ചുവപ്പ് കളറ് ഫ്രിഡ്ജിൻ്റെ പല ഭാഗത്ത് തെറിച്ചിരിക്കുന്നു. അവരങ്ങനെ ഫ്രിഡ്ജ് തുറന്നു. ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞപ്പം അത് നിറയെ മനുഷ്യമാംസം വെട്ടി നുറുക്കി അടുക്കി വെച്ചിരിക്കുന്നു. ഇത് അവരെ ഞെട്ടിച്ചു കളഞ്ഞു. മഹാലക്ഷ്മിയുടെ തന്നെ എന്ന് കരുതുന്നു. ബാംഗ്ലൂർ പോലീസിനെ അറിയിച്ചു. അവർ വന്നു ഈ സംഭവം കണ്ടു. 30 കഷ്ണമായിട്ട് ഒരു മനുഷ്യ ശരീരം ആ ഫ്രിഡ്ജിനകത്ത് നിറച്ചിരിക്കുന്നു. അത് മുഴുവൻ പുഴുവരിക്കുകയും അതോടൊപ്പം തന്നെ അതിനകത്തുനിന്ന് ചീഞ്ഞഴുകി അതങ്ങ് വീർത്ത് നിറഞ്ഞിരിക്കുകയാണ്. എങ്കിലും ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ദുർഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അത് വീർത്ത് അതിൻ്റെ സിസ്റ്റം മുഴുവൻ തകരാറായിരുന്നു. ഏതായാലും പോലീസ് ആ അമ്മയുടെ മൊഴി വാങ്ങിച്ച് കേസെടുത്തു. മീന റാണി എന്നാണ് മഹാലക്ഷ്മിയുടെ അമ്മ. അവര് നേപ്പാളുകാരാണ്. ഹുക്കും സിംഗ് ആണ് ഭർത്താവ്. 35 വർഷം മുമ്പ് മീന റാണിയും ഭർത്താവ് ഹുക്കും സിംഗും ബാംഗ്ലൂർ വന്ന് സെറ്റിൽ ചെയ്തു. അവരുടെ മകളാണ് മഹാലക്ഷ്മി. ഭർത്താവുമായിട്ട് പിണങ്ങി, ഒരു കുട്ടിയുണ്ട്. അവസാനം കഴിഞ്ഞ 5 മാസമായി ഈ ഫ്ലാറ്റിലെ ഈ അപ്പാർട്ട്മെന്റിൽ വന്ന് അവരൊറ്റയ്ക്ക് താമസമാണ്. അതിനടുത്തുള്ള ഒരു തുണിക്കടയിലെ സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുന്നു. ശമ്പളമുണ്ട്. ഇവിടെ കിടക്കുന്നു. ഏതായാലും ആ ലിവിങ് റൂമിൽ അവർ നോക്കിയപ്പം എവിടെയൊക്കെ നന്നായിട്ട് പരിശോധിക്കുന്നു. ബ്രീഫ് കേസ് കിടപ്പുണ്ട്, തുണി കിടപ്പുണ്ട്. ആ വീട്ടു സാധനങ്ങൾ പലതും അവിടെ കൊണ്ടുപോയിട്ട് പരിശോധിച്ചതായിട്ടാണ് കാണുന്നത്. ബാംഗ്ലൂർ പോലീസ് എന്തായാലും അന്വേഷണം തുടങ്ങി. ഇവിടെ ഇവരുടെ നിത്യസന്ദർശകരായ അല്ലെങ്കിൽ അവിടെ വരുന്ന ഗ്യാസുകാർ, ഫുഡ് സപ്ലൈസ്, അങ്ങനെയുള്ള പല ആൾക്കാരെയും അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് കൗതുകം തോന്നിയത് ഇവരുടെ പരിചയക്കാരാ തൊട്ടടുത്തുള്ളൊരു ബാർബർ ഷോപ്പുകാരനെയാണ്. അയാളെ ഇപ്പം ബാംഗ്ലൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഏതായാലും മഹാലക്ഷ്മിയുടെ ശരീരമാണെന്ന് പ്രൂവ് ചെയ്യണം, DNA വേണം. രണ്ടാമത്, ഇവരുമായിട്ട് അടുപ്പമുള്ളവരിൽ കുറേ പേര് കസ്റ്റഡിയിലുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഈ ബാർബർ ഷോപ്പുകാരനെ നോക്കേണ്ടിയിരിക്കുന്നു.
അയാൾക്ക് ഈസി ആയിട്ട് 30 കഷ്ണമാക്കാനുള്ള സൗകര്യമുണ്ട്, അതിനുള്ള ബ്ലേഡുണ്ട്. അത് സർജിക്കൽ ബ്ലേഡിനെക്കാട്ടും ഷാർപ്പാണ് അയാളുടെ കയ്യിലിരിക്കുന്ന ഷേവിങ് ബ്ലേഡുകൾ അല്ലെങ്കിൽ ഷേവിങ് കത്തി. അയാളെ എന്തായാലും പോലീസ് കസ്റ്റഡി എടുത്തേണ്ട ഒരു സ്ട്രോങ് സസ്പെക്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. 29 വയസ്സ് മഹാലക്ഷ്മിക്ക് പ്രായമുണ്ട്. തേലമംഗലം എന്ന് പറഞ്ഞ സ്വദേശിയാണ് മഹാലക്ഷ്മി. ഭർത്താവിൻ്റെ വീട് അവിടാണ്. മഹാലക്ഷ്മി ദാസ് എന്ന് പറയേണ്ടി വരും. ഭർത്താവുണ്ട്, ഭർത്താവും കുട്ടിയായിട്ട് പിണക്കമാണ്. ഏതായാലും തറയിൽ ബ്ലഡ് വീണെടുത്തൊക്കെ തന്നെ മനുഷ്യ ശരീരമായതുകൊണ്ട് പെട്ടെന്ന് അവിടെ ഈച്ചകൾ ഡിപ്പോസിറ്റ് ചെയ്ത് അവിടെ പുഴുവായിട്ട് വരും. ആ തറയിൽ കിടക്കുന്ന രക്തം മുഴുവൻ പുഴു അഴിച്ചിട്ടുണ്ട്. നേപ്പാൾ സ്വദേശികളാണ് ഇവരെങ്കിലും ഇപ്പം ഇന്ത്യക്കാരാണ്. മാതാപിതാക്കൾ 35 വർഷം മുമ്പ് വന്നവരാണ്. ഈ മഹാലക്ഷ്മിയും അവരൊരു സഹോദരി മീനാക്ഷിയുണ്ട്. ഇവരിവിടെ ജനിച്ചു വളർന്നവരാണ്, ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ്. എന്തായാലും ഈ സംഭവം ബാംഗ്ലൂരിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഇതിനകത്ത് ഇനി അന്വേഷിക്കേണ്ടത് ഈ കഷ്ണം കഷ്ണമാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ഒരുത്തനാണോ? അത്യാവശ്യം ഭക്ഷിച്ചിട്ട് പോയോ? ബാക്കിയുള്ള സൗകര്യമായിട്ട് എടുക്കാനായിട്ടാണോ ഈ ഫ്രിഡ്ജിനകത്ത് വെച്ചത്? അതും നോക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അടുത്ത് തന്നെയുള്ള ഒരു ബാർബർ ഷോപ്പുകാരനുണ്ട്. അയാൾക്ക് ഷാർപ്പായ വെപ്പം കൈവശം എപ്പോഴും ഉണ്ട്. ഏതായാലും ഇവരുടെ കയ്യിൽ പണം കാണും എന്നും കരുതുന്നുണ്ട്. കാരണം ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ശമ്പളമുണ്ട്. എങ്ങനെയായാലും ഒരു 10-25,000 രൂപ മാസം കിട്ടുന്നുണ്ട്, വലിയ ചിലവില്ല. നല്ല 5 മാസമായപ്പോൾ തന്നെ 1 ലക്ഷം രൂപ കൈ കാണണം. അതുകൊണ്ട് ഒരു മോഷണ സമയത്ത് ഇവരെ കൊന്നതാണോ അതോ മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ഒരുത്തൻ തന്നെയാണോ? കാരണം അവരെ കഴുത്തറക്കുമ്പം ആയിരിക്കണം ആ ഫ്രിഡ്ജിൽ രക്തം തെറിച്ചതായിട്ട് കാണുന്നത്. അപ്പോൾ രക്തം തെറിച്ച് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെളിയിലെ ഭാഗത്ത് രക്തം തെറിച്ച് വീണിട്ടുണ്ടെങ്കിൽ ആ ജീവനോടെ അവരെ അറക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കഴുത്ത് ഭാഗത്തായിരിക്കണം. കാരണം അവിടെ സ്പട്ട് ചെയ്യുന്ന വെയിൻസ് ഉണ്ട്, പെട്ടെന്ന് ബ്ലഡ് സ്പട്ട് ചെയ്യും. കഴുത്ത് ഭാഗത്ത് തലച്ചോറിലേക്ക് പോകുന്ന ബ്ലഡ് ഷെയിൻസ് കൂടുതലുള്ളതുകൊണ്ട് ഹാർട്ടിൻ്റെ അവിടുന്ന് പമ്പ് ചെയ്ത് വിടുന്ന ആ ഒരു ഏരിയയിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലഡ് സ്പട്ട് ചെയ്യും. അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും ഒരു ബാർബർ ഷോപ്പിൻ്റെ ഇൻവോൾവ്മെൻറ്റും അത് പോലീസ് സംശയിച്ചത് കൃത്യമായിരിക്കാം, സാധ്യതയുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്കിതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും.